എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. നാസയുടെ ആസ്ട്രോനട്സ് ആയിട്ടുള്ള സുനിത വില്യംസും ബാരി വിൽമോറും ബഹിരാകാശത്തുള്ള ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കുടുങ്ങി എന്നുള്ള വാർത്ത നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കേട്ടിട്ടുണ്ടാവും. ഒരു മാസം മുമ്പൊക്കെ അത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു സംഭവമാണല്ലേ. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന അപ്ഡേറ്റ് എന്തെന്നാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഇവര് ഭൂമിയിലേക്ക് തിരികെ എത്താനായിട്ട് എത്ര നാൾ പിടിക്കുമെന്നാണ്. അതായത് 2025 ഫെബ്രുവരി മാസത്തോടെ മാത്രമേ ഇവർക്ക് ഭൂമിയിലേക്ക് തിരികെ മടങ്ങാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നല്ലൊരു സമയം എന്തായാലും എടുക്കുമെന്നുള്ള ഒരു കാര്യമാണ് നാസയെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു രസകരമായിട്ടുള്ള കാര്യം പറയുവാണെങ്കിൽ ഈ ഒരു വാർത്ത ഒരു മാസം മുമ്പ് ചർച്ചയായപ്പോഴേക്കും പല ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇൻസ്റ്റഗ്രാമിൽ ചില വീഡിയോ ക്ലിപ്പുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ കുടുങ്ങി എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, അവർ ബഹിരാകാശത്ത് കുടുങ്ങിയിട്ടില്ല, നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഉപയോഗിക്കുന്നത് എന്നൊക്കെ അല്ലേ. ഇത് മലയാളം അറിയാത്തതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കുടുങ്ങി എന്ന് തന്നെയാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഒരു ഉദാഹരണം പറയാം. നടക്കുന്ന സംഭവമാണ്. ഏതൊരു മലയാളി വ്ളോഗറിന് പറ്റിയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അതായത് നമ്മൾ ലഡാക്കിലൊക്കെ യാത്ര പോകാറുണ്ടല്ലോ. നിങ്ങൾ ഉദാഹരണം ഡിസംബർ 1-ാം തീയതി നിങ്ങൾ ലഡാക്കിലെത്തുകയാണ്. ഡിസംബർ 10-ാം തീയതി നിങ്ങൾ കേരളത്തിലേക്ക് തിരികെ വരേണ്ടവരാണ്. എന്നാൽ മണാലിയിൽ നിന്ന് ലഡാക്കിലേക്കുള്ള റോഡിൽ കനത്തമായിട്ടുള്ള മഞ്ഞുവീഴ്ച ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും അവിടെ റോഡ് അടയ്ക്കാറുണ്ടല്ലേ. അങ്ങനെ റോഡ് അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലഡാക്കിൽ ആ ഒരു സ്പോട്ടിൽ പെട്ടുപോകും. നിങ്ങൾക്ക് ഇങ്ങോട്ട് തിരികെ എത്താൻ പറ്റത്തില്ല. ഇനി ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും അങ്ങനെ എത്താൻ പറ്റുന്നത്. കൃത്യമായിട്ട് ഏതൊരു മലയാളി വ്ളോഗറിന് സംഭവിച്ചിട്ടുണ്ട്, ഞാൻ പേര് ഓർക്കുന്നില്ല. അപ്പോഴെന്താ പറയുന്നത്, ലഡാക്കിൽ കുടുങ്ങി എന്ന് തന്നെയാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ എന്താണ് കുടുങ്ങി എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് നിങ്ങൾ ഒരു സ്ഥലത്ത് ചെല്ലുകയാണ്, നിങ്ങൾക്ക് അവിടുന്ന് തിരികെ പോരാനുള്ള ഡേറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ മൂലം നിങ്ങൾക്ക് അവിടുന്ന് തിരികെ പോരാൻ പറ്റുന്നില്ല. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നിങ്ങളുടെ യാത്ര നിങ്ങൾക്ക് അവിടുന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല. ഇതിനെയൊക്കെ കുടുങ്ങി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതിനുമുമ്പ് ഒരു കാര്യം പറയുവാണെങ്കിൽ സുനിത വില്യംസും ബാരി വിൽമോറും തങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് ബഹിരാകാശത്തേക്ക് പോയിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത് അല്ലേ. എന്നാൽ നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ട് പലപ്പോഴും എന്താണ്? ജോലി ഇല്ലായ്മയാണ്. സാമ്പത്തിക മാന്ദ്യമൊക്കെ ഇതിനൊരു പ്രധാന കാരണക്കാരനായി വരാറുണ്ട്. ഇനി ജോലിയുള്ളവരുടെ കാര്യം പറയുവാണെങ്കിൽ അവരും വലിയ ചലഞ്ചസ് ആണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണം ബിഗ് ജയൻസ് ആയിട്ടുള്ള ഗൂഗിൾ, ആമസോൺ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഡൽഹി എന്നൊക്കെ ഒരുപാട് എംപ്ലോയീസിനെയാണ് കമ്പനി ഫയർ ചെയ്തിട്ടുള്ളത്. ഇതിന് പ്രധാന കാരണമായി മാറിയത് വളരുന്ന AI ടെക്നോളജിയിലുള്ള ഇവരുടെ പരിജ്ഞാനക്കുറവാണ്. ഒരു ക്വാട്ട് ഉണ്ട്, അതായത് AI ഡയറക്റ്റ് നിങ്ങളുടെ ജോലി കളയത്തില്ല, മറിച്ച് AI ഉപയോഗിക്കാൻ അറിയുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ ജോലി കളയുന്നതെന്ന്. അപ്പോൾ ഭാവിയിൽ ഈ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി, AIയിൽ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടി ഗ്രോത്ത് സ്കൂൾ അവരുടെ AI ആൻഡ് ChatGPT വർക്ക്ഷോപ്പ് നമുക്ക് സൗജന്യമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കമന്റിൽ പിൻ ചെയ്തിട്ടുള്ള ലിങ്ക് വഴി ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ 1000 പേർക്ക് മാത്രമാണ് സൗജന്യമായിട്ട് ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാൻ സാധിക്കുക. ഈ വർക്ക്ഷോപ്പിൽ ChatGPT അടക്കമുള്ള 20ഓളം വരുന്ന AI ടൂൾസ് ഉപയോഗിക്കാനുള്ള അടിസ്ഥാന അറിവ് വെറും 3 മണിക്കൂറിനുള്ളിൽ പഠിച്ചെടുക്കാം. ആദ്യമൊക്കെ എല്ലാത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളും മനസ്സിലാക്കി ഏതെങ്കിലും മേഖലയെ പറ്റി കൂടുതൽ പഠിക്കണമെങ്കിൽ അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് പണമടച്ച് അങ്ങനെയും പഠിക്കാവുന്നതാണ്. 10 ലക്ഷത്തിലധികം ആൾക്കാർ പഠിച്ച 5 സ്റ്റാർ റേറ്റിംഗ് നൽകിയിട്ടുള്ള ഈ ഒരു വർക്ക്ഷോപ്പിലൂടെ HR, സെയിൽസ്, മാർക്കറ്റിംഗ് എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കോ ജോലി അന്വേഷിക്കുന്നവർക്കോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കോ ഒക്കെ തന്നെ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനും ശമ്പളം വർദ്ധിപ്പിക്കാനും സാധിക്കുന്നതാണ്. ഓർക്കുക, ഗ്രോത്ത് സ്കൂളിന്റെ ഈ ഒരു വർക്ക്ഷോപ്പിൽ ആദ്യത്തെ 1000 പേർക്ക് മാത്രമാണ് സൗജന്യമായിട്ട് ഒരു പൈസയും അടയ്ക്കാതെ ചേരാൻ സാധിക്കുന്നത്. അതിന്റെ ലിങ്കും ബാക്കി എല്ലാ വിവരങ്ങളും കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. തീർച്ചയായിട്ടും പരിശോധിച്ച് നോക്കാൻ ശ്രമിക്കുക. കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, എന്തുകൊണ്ട് സുനിത വില്യംസും ബാരി വിൽമോറും ബഹിരാകാശത്ത് കുടുങ്ങി? എന്തുകൊണ്ട് അവർക്ക് ഭൂമിയിലേക്ക് മടങ്ങി പോരാൻ സാധിക്കുന്നില്ല? 2025 ഫെബ്രുവരി വരെ അവിടെ തുടരേണ്ടി വരുമെന്ന് പറയുന്നു. അങ്ങനെ അവിടെ തുടരാൻ അവർക്ക് സാധിക്കുമോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരിശോധിക്കാം. കേട്ട് ഞെട്ടണ്ട, വളരെ സിമ്പിളാണ്. ബാക്കി എല്ലാ ടോപ്പിക്ക് വിവരിക്കുന്നതിനേക്കാളും വളരെ സിമ്പിൾ ടോപ്പിക്കാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമാണ്. ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ മുകളിലായിട്ട് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പറക്കുന്ന പരീക്ഷണശാലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അഥവാ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന പല വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പ്രധാനമായിട്ടും ഏറ്റവും യൂട്യൂബിലൊക്കെ റെക്കമെൻഡേഷൻ വരുന്ന സുനിത വില്യംസിന്റെ തന്നെ വീഡിയോ ആണ്. ഒരുപാട് വർഷം മുമ്പാണ്. അപ്പോൾ സുനിത വില്യംസ് അതിൻ്റെ അകത്തെ ജീവിത സാഹചര്യം എങ്ങനെയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. കാരണം ഇതിൻ്റെ അകത്ത് അനുഭവപ്പെടുന്ന ഗ്രാവിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഞാനൊക്കെ പണ്ട് എന്താണ് തെറ്റിദ്ധരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ ഗ്രാവിറ്റി 0 ആണ്, അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് ആൾക്കാർ പറന്ന് കിടക്കുന്നത് എന്നാണ്. വളരെ തെറ്റാണ്. ഇത് ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ ഉയരത്തിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു പോയിന്റിൽ നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ 90% ഗ്രാവിറ്റി അവിടെയുണ്ട്. അതായത് അവിടെ 90% ഗ്രാവിറ്റി ഉണ്ട്. പിന്നെ എങ്ങനെയാണ് അവർ പറന്ന് കിടക്കുന്നതെന്നല്ലേ. അത് ആക്ച്വലി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് എ കൈൻഡ് ഓഫ് ഫ്രീലി ഫാളിങ് ബോഡിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അനുഭവപ്പെടുന്ന ഗ്രാവിറ്റി 0 ആണ്. നമ്മൾ ഒരു ബിൽഡിംഗ് ചെയ്യുന്നിടത്ത് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വായുവിൽ നിൽക്കത്തില്ല. ആ ഒരു പോയിന്റിൽ നമ്മളുടെ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റി 0 ആണ്, നമ്മളുടെ വെയിറ്റ് 0 ആണ്. അനുഭവപ്പെടുന്ന ഗ്രാവിറ്റിയാണ് 0, അല്ലാതെ അവിടെ ഗ്രാവിറ്റി ഇല്ലാതാകുന്നു എന്നല്ല. അത് തന്നെയാണ് അവിടുത്തെ ഒരു അവസ്ഥ. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും, അത് പിന്നെ ചെയ്യാം. എന്തായാലും അവിടെ അതിൻ്റെ അകത്ത് അനുഭവപ്പെടുന്ന ഗ്രാവിറ്റി 0 ആയതുകൊണ്ടാണ് ഇവർ അതിൻ്റെ അകത്ത് പറന്ന് കിടക്കുന്നത്. അപ്പോൾ ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ
അതിൻ്റെ അത് വെള്ളം കുടിക്കാൻ പാടാണ്. നമ്മൾ വെള്ളം താഴത്തോട്ട് ഒഴിച്ചാൽ വെള്ളം വരില്ലല്ലോ. ബാത്റൂം ടോയ്ലറ്റ് ഉപയോഗിക്കാൻ വലിയ പാടാണ്. മുടിയാണെങ്കിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഈ ഒരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ വലിപ്പം എന്ന് പറയുന്നത് ഒരു വലിയൊരു അമേരിക്കൻ ഫുട്ബോൾ ഗ്രൗണ്ട് ഇല്ലേ, അത്രത്തോളം വരും. അത്രത്തോളം വലിയ ഒരു, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ബെഡ്റൂംസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, വലിയൊരു ബംഗ്ലാവിൽ അത്രയും വലിയ സൈസിലുള്ള ഒരു സാധനമാണ് ഈ ഒരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. വർഷം 2000 നവംബർ 2-ാം തീയതിയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ആദ്യമായിട്ട് മനുഷ്യരെത്തുന്നത്. 3 പേരായിരുന്നു അന്ന് എത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എല്ലായ്പ്പോഴും അവിടെ മനുഷ്യരുണ്ടാകാറുമുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. ഇപ്പോൾ നാസ തന്നെ പലപ്പോഴും അവരുടെ ആസ്ട്രോണറ്റുകളെ അങ്ങോട്ട് അയക്കാറുണ്ട്. പല രാജ്യങ്ങൾക്കായിട്ട് അവിടെ മൊഡ്യൂളുകളുണ്ട്. അതിൻ്റെ അകത്ത് ഡോക്കിംഗ് സ്റ്റേഷൻ ഉണ്ട്. ഡോക്കിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവരുടെ പേടകം വേറെതാണല്ലോ. ഈ പേടകം അവിടെ കൊണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ആൾക്കാർ അങ്ങോട്ട് കയറുന്നു. അപ്പോൾ ആ ഒരു ജോയിൻ ചെയ്യിപ്പിക്കുന്നതിനെയാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത് അല്ലേ. എന്തായാലും നിലവിൽ അങ്ങനെ ഒരു പേടകത്തിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുള്ള, അതിൽ ഡോക്ക് ചെയ്ത് അകത്തേക്ക് കയറിയിട്ടുള്ള സുനിത വില്യംസിനും ബാരി വിൽമോറിനുമാണ് തിരികെ പോരാൻ സാധിക്കാത്തത്. ഡീറ്റെയിലുകൾ പറയാം. അമേരിക്കൻ സ്പേസ് ഏജൻസി ആയിട്ടുള്ള നാസ ഉണ്ടല്ലോ, നാസ പ്രധാനമായിട്ടും ഇപ്പോൾ വർഷം 2011 ശേഷമൊക്കെ ഏറ്റവും കൂടുതലായിട്ടും അവരുടെ ആസ്ട്രോനട്ടുകളെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുള്ളത് അമേരിക്കൻ പേടകത്തിലല്ല, മറിച്ച് റഷ്യ നിർമ്മിച്ചിട്ടുള്ള പേടകത്തിലാണ്. സോയൂസ് എന്നാണ് ആ ഒരു പേടകത്തിന്റെ പേര്. സോയൂസിൽ ഒരൊറ്റ യാത്രക്കാരനെ തന്നെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതിന് മാത്രം $56 മില്യൺ അമേരിക്ക റഷ്യക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഈ റഷ്യയുടെ പേടകം ഉപയോഗിച്ച് ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുക എന്ന് പറയുന്നത്. ഈ സ്പേസ് എക്സ്പ്ലോറേഷന് വരുന്ന വലിയ ചെലവുകളില്ലേ, അത് നിസ്സാരമായിട്ടല്ല കണ്ടിരുന്നത്. വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് നാസയും അതുപോലെ തന്നെ ഈ അമേരിക്കൻ ഗവൺമെന്റും ഒക്കെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ജോർജ് ബുഷിന്റെ കാലം മുതൽ ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ കോസ്റ്റ് കട്ടിങ് ചെയ്ത് ഒരു പ്രൈവറ്റൈസേഷൻ ചെയ്തൊക്കെ നടപ്പിലാക്കാൻ പറ്റുമെന്നൊക്കെയുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വർഷം 2010 ബറാക് ഒബാമ പ്രസിഡന്റ് ആയിട്ടുള്ള കാലത്ത് കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം എന്ന് പറയുന്ന ഒന്ന് അനൗൺസ് ചെയ്യുന്നത്. അതായത് ഇത്രയും കാലം അല്ലെങ്കിൽ അതിനിടയിലും ഒക്കെ ഇവർ പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ റഷ്യയുടെ പേടകം ഉപയോഗിച്ച്. ഇനി ഇവർ പോയാൽ തന്നെ വലിയ ചെലവാണ് നാസയ്ക്ക് വഹിക്കേണ്ടി വരുന്നത്. മാത്രമല്ല അതിൻ്റെ ഇതെന്ന് പറയുന്ന ഒരു ടാക്സി സർവീസ് പോലെയാണല്ലോ. അതിൽ ഇവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പ്രധാനമായിട്ടുള്ള ഒന്നിനും കേന്ദ്രീകരിക്കാൻ പറ്റത്തില്ല. ഇത് ഉണ്ടാക്കുന്നതിന് പുറമെ പോയിക്കൊണ്ടിരിക്കുകയല്ല ശരിക്കും നാസയ്ക്ക് ജോലി. അപ്പോൾ നാസയ്ക്ക് ഈ ഒരു ടാക്സി സർവീസ് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൂടെ കൊണ്ടാണ് കേട്ടോ. അതായത് നാസയെ കൊണ്ട് എളുപ്പത്തിൽ പറ്റുന്നതാണ് ഇതുപോലുള്ള ഒന്നുണ്ടാക്കുന്നത്. പക്ഷേ അവരുടെ ജോലി അതിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി മെയിൻ സംഭവങ്ങളൊക്കെ ആര് ചെയ്യും? അതിന് വേണ്ടിയിട്ട് ഇത് മറ്റൊരു നമ്മൾ കരാറ് കൊടുത്ത് പുറത്തെ ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ലേ, ഇത് തന്നെയാണ് അവിടെ ശരിക്കും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയായിരുന്നു ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ കരാറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ടെൻഡർ സ്വീകരിക്കുകയാണ്. നമ്മുടെ നാട്ടിലും ഗവൺമെന്റ് അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ ഓരോ കമ്പനീസ് ഒരു ടെൻഡറുമായിട്ട് മുമ്പോട്ട് വരും. ഞങ്ങൾക്ക് ഇത്രയും പൈസക്കുള്ളിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, ഇന്ന ക്വാളിറ്റി ഉണ്ടാവും, കംപ്ലീറ്റ് കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ഗവൺമെന്റ് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കും. അതാണ് ഈ ടെൻഡർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ മുന്നോട്ട് വന്നിട്ടുള്ള കമ്പനീസ് ഏതെന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്ന് എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ആണ്, 2 ആമസോൺ ഫൗണ്ടർ ആയിട്ടുള്ള ജെഫ് ബെസോസിന്റെ ബ്ലൂ ഒറിജിൻ, 3 സിയറ നെവേഡ എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയാണ്, നാസയായിട്ട് മറ്റ് കോൺട്രാക്റ്റുകളൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. 4ാമത് വന്നത് പ്രമുഖ വിമാന കമ്പനി ആയിട്ടുള്ള ബോയിങ് ആണ്. അങ്ങനെ ഒരുപാട് ഇവരുടെ ടെൻഡറുകളൊക്കെ വ്യക്തമായിട്ട് പരിശോധിച്ചു, കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷം ഇതിന്റെ കരാറ് കൊടുക്കുന്നത് 2 കമ്പനികൾക്കാണ്. ഒന്ന് എലോൺ മസ്കിന്റെ സ്പേസ് എക്സിനും അതുപോലെ തന്നെ വിമാന നിർമ്മാണ കമ്പനിയായിട്ടുള്ള ബോയിങ്ങിനുമാണ്. എന്തായാലും 2 കമ്പനികളും വർഷം 2012ഓടെയൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. നാസയുടെ കർശനമായിട്ടുള്ള നിർദ്ദേശത്തിന്റെയും നിയന്ത്രണത്തിന്റെയും സമയബന്ധിതമായിട്ടും അതുപോലെ തന്നെ ചെലവ് പരമാവധി കുറച്ചും ക്വാളിറ്റിക്ക് ഒരു കുറവുമില്ലാതെ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള വലിയ ചലഞ്ചസ് ആണ് ഈ ഒരു കമ്പനീസ് ഫേസ് ചെയ്യുന്നത്. പക്ഷേ മറിച്ച് നാസ ബില്യൺസ് ഓഫ് ഡോളേഴ്സ്, അതായത് കോടിക്കണക്കിന് രൂപ നാസ ഈ 2 കമ്പനീസ് സ്പേസ് എക്സിനും ബോയിങ്ങിനുമായിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ. അല്ലാതെ ഫ്രീ ആയിട്ടൊന്നും അല്ലല്ലോ. ഇവിടെ സ്പേസ് എക്സിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ സ്പേസ് എക്സ് ആ പ്രൊജക്ടിന് പേരിട്ടിട്ടുണ്ടായിരുന്നത് അത് തന്നെയാണ് ആ ഒരു പേടകത്തിന് വരിക, ഡ്രാഗൺ ക്രൂ എന്നാണ്, സ്പേസ് എക്സ് ഡ്രാഗൺ ക്രൂ. ഇനി ബോയിങ് പേര് നൽകിയിട്ടുണ്ടായിരുന്നത് സ്റ്റാർ ലൈനർ എന്നാണ്. ഇപ്പോൾ നമ്മളുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയിങ് സ്റ്റാർ ലൈനറിലാണ്. കാരണം ഇവർ ആ ഒരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുള്ളത് ബോയിങ് സ്റ്റാർ ലൈനറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു നമ്മുടെ സ്പേസ് എക്സിനെ പറ്റി ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്താം. സ്പേസ് എക്സ് സക്സസ്ഫുള്ളി 2020 തന്നെ അവരുടെ ഒരു ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഇനി നമുക്ക് ബോയിങ് സ്റ്റാർ ലൈനറിന്റെ കാര്യത്തിലേക്ക് വരാം. ഈ സ്റ്റാർ ലൈനറിന് 2 മൊഡ്യൂളുകളാണുള്ളതെന്ന് ആദ്യം മനസ്സിലാക്കുക. ഒന്ന് ക്രൂ മൊഡ്യൂളും രണ്ടാമത്തത് സർവീസ് മൊഡ്യൂളുമാണ്. ക്രൂ മൊഡ്യൂളിലാണ് ആൾക്കാർക്ക് ഇരിക്കുന്നത്. നമ്മളൊരു കാറിൻ്റെ അകത്ത് ഇരിക്കുന്ന പോലെ അല്ലെ, നമ്മൾ എഞ്ചിനോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല, അതൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതാണ് ക്രൂ മൊഡ്യൂൾ. ഇവർക്ക് ഇരിക്കാനും അതുപോലെ ഇവരുടെ സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള ആ ഒരു സ്പേസ് ആണ്. ഇനി സർവീസ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എഞ്ചിനും ബാക്കി കംപ്ലീറ്റ് കാര്യങ്ങൾ വരുന്ന ഒരു പോർഷനാണ് സർവീസ് മൊഡ്യൂൾ. ഇത് മനസ്സിൽ വെച്ചേക്കുക. ഇനി സ്റ്റാർ ലൈനർ
സ്റ്റാർലൈനർ 2012 അല്ലെങ്കിൽ 11 കഴിഞ്ഞിട്ട് തുടങ്ങിയിട്ടുള്ള പദ്ധതിയായിരുന്നു. അപ്പോൾ അവർ അനൗൺസ് ചെയ്തത് 2017 തന്നെ ഫസ്റ്റ് ടെസ്റ്റ് ഫ്ലൈറ്റ് നടത്തുമെന്നാണ്. അതായത് ആദ്യത്തെ പറക്കൽ പരീക്ഷണമുണ്ടല്ലോ, അല്ലെങ്കിൽ അത് ലോഞ്ച് ചെയ്യുന്ന പരീക്ഷണമുണ്ടല്ലോ, അത് 2017 നടത്തുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഡേറ്റ് നീണ്ടുപോവുകയും അങ്ങനെ ആദ്യത്തെ ടെസ്റ്റ് ഫ്ലൈറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് വർഷം 2019 ഡിസംബർ 20 ആയിരുന്നു അല്ലേ. അങ്ങനെ ഇത് ലോഞ്ച് ചെയ്യുകയാണ്. പക്ഷേ ലോഞ്ച് ചെയ്ത ആ ഒരു സംഭവം ഒരു പാർഷ്യൽ ഫെയിലിയർ എന്ന് വിളിക്കാൻ പറ്റുന്നത്, അതായത് പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒന്നായി തീരുകയാണ്. ഇതിന്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ എന്ത് പറ്റിയെന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും 2 സോഫ്റ്റ്വെയർ എറേഴ്സ് കണ്ടുപിടിക്കുകയാണ്. ആ ഒരു സോഫ്റ്റ്വെയർ എറേഴ്സ് കാരണം ഈ ഒരു പേടകം കൂടുതൽ എനർജി ഉപയോഗിക്കുന്ന, കൂടുതൽ ഫ്യൂവൽ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പിന്നീട് കലാശിക്കും. അതുകൊണ്ട് ഈ ഒരു മിഷൻ ഫെയിലിയർ ആയിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് വർഷം 2021 അന്ന് ഇത് ലോഞ്ച് ചെയ്യാനായിട്ട് കൗണ്ട് ഡൗൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അപ്പോഴാണ് മറ്റൊരു പ്രശ്നം വരുന്നത്. ഇതിന്റെ ഒരു ഫംഗ്ഷൻ വാൽവിന് ഒരു കംപ്ലൈന്റ് ആയിട്ട് ഇതിന്റെ ലോഞ്ച് അന്നും സ്റ്റോപ്പ് ചെയ്യേണ്ടി വരികയാണ്. ആ ഒരു അറ്റംപ്റ്റും ഫെയിലിയർ ആയി. അങ്ങനെ അടുത്ത ടെസ്റ്റ് വർഷം 2022 മെയ് 19 ആയിരുന്നു. ഈ ഒരു ടെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അതായത് 19 ഇവിടുന്ന് ലോഞ്ച് ചെയ്തിട്ടുള്ളത്, 22 പോയി ഈ ഒരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്തു. 25 ഭൂമിയിലേക്ക് അവിടുന്ന് അൺഡോക്ക് ചെയ്തു. ഭൂമിയിലേക്ക് 25 കൃത്യമായിട്ട് തിരികെ എത്തുകയും ചെയ്തു. ഇതിൻ്റെ അകത്ത് മനുഷ്യരൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ആദ്യം ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും മനുഷ്യരില്ലാതെ അവിടെ പോയിട്ട് അതിനെ കൃത്യമായിട്ട് ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ മനുഷ്യരെ കയറ്റി വിടുത്തുള്ളൂ. അടുത്ത ദിവസങ്ങളിൽ നാസ അറിയിച്ചത് 2023 ജൂലൈയിൽ ഞങ്ങൾ മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള യാത്ര നടത്തും. ഈ ഒരു സ്റ്റാർലൈനറിൽ മനുഷ്യരെ വഹിച്ച് ഞങ്ങൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നാണ്. പക്ഷേ 2023 ജൂൺ 1 ആയപ്പോൾ നാസ പറയുകയാണ് ഈ ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരികയാണ്, ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരികയാണ്. കാരണം ഇതിന്റെ പാരച്യൂട്ട് സിസ്റ്റത്തിനും അതുപോലെ തന്നെ വയറിംഗ് സിസ്റ്റത്തിനും കുറച്ച് കംപ്ലൈൻസ് ഉണ്ട്. അത് പരിഹരിച്ച് ഉടൻ തന്നെ നമ്മൾ മനുഷ്യനെ വെച്ചുകൊണ്ട് ഇത് ലോഞ്ച് ചെയ്യുന്നതായിരിക്കുമെന്ന് അറിയിക്കുകയാണ്. ആ ഒരു ഡേറ്റ് പിന്നീട് അറിയിച്ചിട്ടുണ്ടായിരുന്നത് മെയ് 6, 2024. അതായത് ഒരു വർഷങ്ങൾക്കപ്പുറത്തേക്കാണ് പിന്നീട് അത് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്ന് സംഭവിച്ച കാര്യം എന്താണെന്നറിയാമോ? ഇത് ലോഞ്ച് ചെയ്യാൻ എല്ലാം തയ്യാറായി നിൽക്കുകയാണ്. നമ്മളുടെ സുനിത വില്യംസും ബാരി വിൽമോറും തന്നെയാണ് കേട്ടോ അന്നും. അപ്പോൾ അവരൊക്കെ ഈ ഒരു സ്പേസ് സ്റ്റേഷനിലേക്ക് വന്ന് നിൽക്കുകയാണ്, എല്ലാ സ്യൂട്ടൊക്കെ വന്നിരിക്കുകയാണ്. പക്ഷേ ഇത് ലോഞ്ച് ചെയ്യുന്നതിനും 2 മണിക്കൂർ മുമ്പ് ഇതിൻ്റെ അകത്തൊരു ഹീലിയം ലീക്ക്, ഹീലിയം എന്ന് പറയുന്ന വാതകമുണ്ടല്ലോ, ഇതിൻ്റെ ത്രസ്റ്ററുകളെയൊക്കെ പ്രഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ഹീലിയം. അതാണ് ഇതിൻ്റെ പർപ്പസ് മെയിനായിട്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ലീക്ക് കണ്ടെത്തിനെ തുടർന്ന് മെയ് 6, 2024 വച്ചിട്ടുണ്ടായിരുന്ന ലോഞ്ച് അത് ക്യാൻസൽ ചെയ്യുകയാണ്. അതായത് ജൂലൈ 2023 നടത്തുമെന്ന് പറഞ്ഞ ലോഞ്ച് പാരച്യൂട്ട് സിസ്റ്റത്തിൻ്റെയും വയറിംഗ് സിസ്റ്റത്തിൻ്റെയും പ്രശ്നം കാരണം വർഷം 2024 നടത്താൻ പോയിട്ടുണ്ടായിരുന്നത്. അതും ഈ ഒരു ഹീലിയം ലീക്ക് കാരണം ഫെയിലിയർ ആകുകയാണ്. അതും 2 മണിക്കൂർ മുമ്പ്. അധികം വൈകാതെ തന്നെയായിരുന്നു അടുത്ത ലോഞ്ചിങ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ജൂൺ 1, 2024. ഒരു 2 മാസങ്ങൾക്ക് മുമ്പല്ലേ. അങ്ങനെ ഇത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ്. കൗണ്ട് ഡൗൺ ഒക്കെ ആരംഭിച്ചു. പക്ഷേ അപ്പോഴും പ്രശ്നങ്ങൾ സംഭവിക്കുകയാണ്. അതായത് കൗണ്ട് ഡൗണിൽ 3 മിനിറ്റ് 50 സെക്കൻഡ് മാത്രം ബാക്കിയുള്ളപ്പോഴേക്കും ഒരു പ്രശ്നം സംഭവിക്കുകയാണ്. ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തവണ സ്റ്റാർലൈനറിൻ്റെ പേടകത്തിലല്ലായിരുന്നു, മറിച്ച് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന നമ്മളുടെ ഗ്രൗണ്ടിലുള്ള കമ്പ്യൂട്ടറുകളിലെ ആ ഒരു നിലയത്തിലുള്ള കമ്പ്യൂട്ടറിൽ, ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയറിനായിരുന്നു ഇത്തവണ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് ഉയരാൻ വേണ്ടി, അതായത് ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ഉയരാൻ വേണ്ടി വെറും 3 മിനിറ്റ് 50 സെക്കൻഡ് മാത്രമുള്ളപ്പോൾ ആ ഒരു മിഷൻ അബോർട്ട് ചെയ്യുകയാണ്. പിന്നീട് വച്ചിട്ടുള്ള ഡേറ്റ് ആയിരുന്നു ജൂൺ 5 എന്നുള്ളത്. അതായത് 4 ദിവസങ്ങൾക്കപ്പുറം തന്നെ അടുത്ത ലോഞ്ച് സെറ്റാക്കി. ഈ ഒരു പേടകത്തിന് പ്രശ്നമൊന്നുമില്ല, സോഫ്റ്റ്വെയറിന് മാത്രമായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ സുനിത വില്യംസിൻ്റെ ബാരി വിൽമോറിൻ്റെ കാര്യം ഓർക്കണം. എത്ര തവണയാണ് അവർ ഒരുങ്ങി, ആ ഒരു സാധനമൊക്കെ അറിയില്ല, സ്പേസ് സ്യൂട്ടൊക്കെ ഇട്ടാണ് വരുന്നത്. ഒരുങ്ങി വരുന്നു, പോകുന്നു, ഒരുങ്ങി വരുന്നു, അതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നു, ഇറങ്ങി പോകുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു അവരുടെ അവസ്ഥ. എന്തായാലും ജൂൺ 5 നടന്നിട്ടുള്ള ലോഞ്ച് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്ലാൻ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 5 ഭൂമിയിൽ നിന്ന് ഇവർ ആ ഒരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് തിരിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഏതാണ്ട് 24 മണിക്കൂറിന് മുകളിലെടുക്കും അവിടെ എത്താൻ വേണ്ടിയിട്ട്. അവിടെ ഡോക്ക് ചെയ്യുന്നു. അവിടുന്ന് പിന്നീട് കുറച്ച് നാൾ അവിടെ താമസിച്ച്, കുറച്ച് ദിവസങ്ങളുള്ള അവിടെ താമസിച്ച് കൃത്യമായിട്ട് ജൂൺ 14 ഭൂമിയിലേക്ക് എത്തുന്ന രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഭൂമിയിൽ നിന്ന് പോയി 9-ാം ദിവസം ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്ന രീതിയിലല്ലേ. അപ്പോൾ ഇവർ അവിടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കൃത്യമായിട്ട് അവിടെ ആ ഒരു സംഭവം ഡോക്ക് ചെയ്യാണ്, സ്റ്റാർലൈനർ ഡോക്ക് ചെയ്യാണ്. സുനിത വില്യംസ് അതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഡാൻസ് കളിച്ചിട്ടൊക്കെ ആയിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അത് പറഞ്ഞാണല്ലോ കയറുന്നത്, എന്നാലും ഡാൻസ് കളിച്ചിട്ടൊക്കെയാണ്. ആ ഒരു രസകരമായിരുന്നു ആ ഒരു വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വലിയൊരു വാർത്തയായിരുന്നു. കൃത്യമായിട്ട് ഡോക്ക് ചെയ്തു, അങ്ങനെ ഇങ്ങനെയൊക്കെ. ജൂൺ 13 അവിടുന്ന് അൺഡോക്ക് ചെയ്ത് ആ ഒരു സാധനം, അതായത് ഡോക്കിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇങ്ങനെ ഇരിക്കുന്ന സാധനത്തിലേക്ക് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അത് 13 അൺഡോക്ക് ചെയ്ത് നമ്മളെ 14 ഭൂമിയിലേക്ക് തിരികെ എത്തേണ്ടവരായിരുന്നു അല്ലേ. എന്തുകൊണ്ടാണ് ഇവർക്ക് അവിടുന്ന് നിലവിൽ തിരികെ പോരാൻ പറ്റാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ
ഈ ഒരു പേടകത്തിന് പലപ്പോഴായിട്ട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരുപാട് തവണ കംപ്ലൈൻ്റ് ആയിട്ടുള്ള സാധനമാണെന്ന് മനസ്സിലായല്ലോ. ഇതുപോലെ ഈ സാധനം വീണ്ടും പണിമുടക്കുകയാണ്. ആ ഒരു 28ഓളം വരുന്ന ത്രസ്റ്ററുകളുണ്ട്. ത്രസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കൃത്യമായിട്ട് തിരിയാൻ, വളരെ പ്രിസൈസ് ആയിട്ട് തിരിയാനൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ്. ചിലപ്പോൾ അത് മുകളിലേക്ക് പുഷ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ഈ ഒരു പേടകത്തിനൊന്ന് വട്ടത്തിൽ തിരിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ത്രസ്റ്ററുകൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുണ്ടാകും. ഒരു ത്രസ്റ്റർ പ്രവർത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ട ഡയറക്ഷനിൽ തിരിയാം. അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ത്രസ്റ്റർ പ്രവർത്തിച്ചാൽ മതി. അപ്പോൾ അത് സ്റ്റോപ്പ് ആയിക്കോളും. ഇപ്പോൾ ഈ ഒരു സംഭവങ്ങളാണ് ത്രസ്റ്ററുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ 28 ത്രസ്റ്ററുകളിൽ 5 കംപ്ലൈൻ്റ് ആകുകയാണ്. മാത്രമല്ല, അപ്പോൾ 5 കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ 4 റിപ്പയർ ചെയ്തു, ഒരെണ്ണം മാത്രമാണ് റിപ്പയർ ചെയ്യാൻ പറ്റാഞ്ഞത്. ഈ ഒരു 5 കംപ്ലൈൻറ്റ് വലിയ രീതിയിൽ ബാധിക്കില്ല എന്നൊക്കെയുള്ള വാദങ്ങളും വരുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം ഏറ്റവും പ്രശ്നമായി മാറിയത് എന്താണെന്നറിയാവോ? ഈ ത്രസ്റ്ററുകൾ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹീലിയം വാതകമുണ്ട്. ഹീലിയം വാതകത്തിന്റെ ചോർച്ചയാണ്. നേരത്തെയും ഹീലിയം ലീക്ക് കാരണം ഇതിന്റെ ലോഞ്ച് മാറ്റിവെച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതേ ഹീലിയം ലീക്ക് ഈ ഒരു പ്രശ്നമായിട്ട് വരികയാണ്. അതായത് നമ്മളൊരു വാഹനമൊക്കെ എടുത്ത് പോകുമ്പോൾ, നമ്മൾ വാഹനം എടുത്തൊരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് വണ്ടി തകരാറിലാകുകയാണ്. അവിടെ വർക്ക്ഷോപ്പോ ഒന്നുമില്ലാത്ത ഒരു മലയോര മേഖലയാണ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മളവിടെ കുടുങ്ങി പോകത്തില്ല, അവിടെ നിന്ന് വരാൻ പറ്റാതെ. ഇത് തന്നെയാണ് നിലവിൽ സംഭവിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്താണ്? വേറെ ഏതെങ്കിലും പേടകത്തിൽ അവരെ അങ്ങോട്ട് കൊണ്ടുവന്ന് തിരികെ കൊണ്ടുവന്നാൽ പോരെ, അല്ലെങ്കിൽ ഇത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. ഇത് റിപ്പയർ ചെയ്യാനാണ് അതിൻ്റെ അകത്തുള്ള എഞ്ചിനീയേഴ്സും എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ 5 ത്രസ്റ്റേഴ്സിൽ 4 റിപ്പയർ ചെയ്തെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഈ ഹീലിയം ലീക്ക് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അത് പൂർണ്ണമായിട്ടും ഉറപ്പുവരുത്തണം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് ഇപ്പോൾ തിരികെ പോരാൻ പറ്റും. പക്ഷേ ഇതൊരു വളരെ റിസ്ക് വെച്ചിട്ട് നമുക്ക് ജീവൻ വെച്ച് കളിക്കാൻ പറ്റില്ല. കൽപ്പന ചൗളയ്ക്ക് സംഭവിച്ച കാര്യമൊക്കെ നമ്മൾ ഇന്നും വളരെ വേദനയോട് കൂടിയിട്ടാണ് ഓർക്കുന്നത് അല്ലേ. ഭൂമിയിലേക്ക് എത്താൻ ഏകദേശം കുറച്ച് മിനിറ്റുകൾ മാത്രമുള്ളപ്പോഴാണ് ആ ഒരു പേടകം പൊട്ടിത്തെറിച്ച് കൽപ്പന ചൗളയ്ക്കടക്കം ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അവിടെ നിന്ന് അൺഡോക്ക് ചെയ്ത് പോന്നാലും ഭൂമിയിലെത്താൻ പറ്റിയേക്കും. പക്ഷേ റിസ്ക് എടുക്കാൻ പറ്റില്ല. അതായത് ഒരു സ്പേസ് ക്രാഫ്റ്റിന്, ഒരു പേടകത്തിന് 0 ഫോൾട്ട് ആയിരിക്കണം, 0 എറർ ആയിരിക്കണം. ഒരു കുഞ്ഞ് തെറ്റുകൾ പോലും, കുഞ്ഞ് പ്രശ്നങ്ങൾ പോലും അതിനുണ്ടാകാൻ പാടില്ല. ഇപ്പോൾ അതിൻ്റെ എഞ്ചിനിലേക്ക് ഒരു ഉറുമ്പ് കയറുന്ന അവസരങ്ങൾ പോലും അത് ഫോൾട്ടായിട്ട് പരിഗണിക്കേണ്ടി വരും. കാരണം അത്രയും റിസ്കിയർ ആയിട്ടുള്ള മിഷനാണ് ഈ ഒരു സ്പേസ് മിഷൻ എന്ന് പറയുന്നത്. ഞാൻ ഈ ഉറുമ്പ് കയറുക എന്ന് പറഞ്ഞൊരു ഉദാഹരണമാണ് കേട്ടോ. നമ്മൾ അത്രയും കുഞ്ഞു കാര്യങ്ങൾ പോലും ഇതിൽ പരിഗണിക്കുമെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ശരിക്കും ഉറുമ്പ് കയറുന്ന സാഹചര്യമല്ല ഞാൻ പറഞ്ഞത്. എന്തായാലും ആ ഒരു പ്രശ്നം പരിഹരിക്കാതെ നിലവിൽ അത് അൺഡോക്ക് ചെയ്തുകൊണ്ട്, അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് വിടിയിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല എന്നാണ് നാസ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയാം. അവരെ മറ്റൊരു പേടകത്തിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാൽ പോരെ എന്നല്ലേ. പക്ഷെ അവിടെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തത്, മറ്റൊരു പേടകം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് വളരെ സിമ്പിളായിട്ട് അതിനെ ഒരിക്കലും ലഘൂകരിച്ച് കാണരുത്. അതായത് നമ്മൾ മറ്റൊരു സ്ഥലത്ത് വണ്ടി കേടായി കിടക്കുന്ന ഒരു സുഹൃത്തിന് വേണ്ടി ഇവിടുന്ന് ഒരു വണ്ടി വിട്ടുകൊടുത്ത് അവനെ കൂട്ടിക്കൊണ്ടുവരുന്നത് പോലത്തെ എളുപ്പമുള്ള കാര്യമല്ല. ഈ ഒരു സ്റ്റാർലൈനർ തന്നെ എത്രത്തോളം പരീക്ഷണ പറക്കലിലും മാറ്റിവെക്കലിലും തകരാറിനൊക്കെ ശേഷമാണൊന്ന് സക്സസ്ഫുള്ളി അവിടെ എത്തിയെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഇനി സപ്പോസ് നാസയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പേടകം ഭൂമിയിൽ നിന്ന് പോകാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. ശരിക്കും നിൽക്കുന്നുണ്ട് കേട്ടോ. സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ 2 അത് ലോഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മളൊരു സിറ്റുവേഷൻ ആണല്ലോ പറയുന്നത്. അപ്പോൾ അതായത് നാസയ്ക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തയ്ച്ച് അവരെ കൂട്ടിക്കൊണ്ടുവന്നാൽ പോലെ നിങ്ങൾ ചിന്തിക്കുമല്ലേ, തയ്യാറായിട്ട് നിൽക്കുമല്ലേ നമ്മുടെ കയ്യിൽ. പക്ഷെ അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. അതായത് ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പല രാജ്യങ്ങൾക്കും പല യൂണിറ്റുകളാണുള്ളത്, മൊഡ്യൂളുകളാണുള്ളത്. ഇപ്പോൾ റഷ്യ, നമ്മുടെ ചൈന, അമേരിക്കയൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. എന്തായാലും അമേരിക്കയുടെ, USA മൊഡ്യൂളിൽ 2 ഡോക്കിംഗ് പോർട്ടുകളാണുള്ളത്. ഡോക്കിംഗ് പോർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പലതവണ പറഞ്ഞെന്ന് തോന്നുന്നു. എന്തായാലും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബൾബ് ഹോൾഡറിൽ തിരിച്ച് കയറ്റി വയ്ക്കില്ല, അതുപോലത്തെ അങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റാണ്. അങ്ങനത്തെ 2 പോയിന്റുകളാണ് അതിൻ്റെ അകത്തുള്ളത്. ഇപ്പോൾ 2 പോയിന്റുകളിലും നിലവിൽ ഓരോ പേടകങ്ങൾ വെച്ചിട്ടുണ്ട്. ഒന്ന് നേരത്തെ പോയിട്ടുണ്ടായിരുന്ന സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ ക്രൂ 1 ആയിരുന്നു, ഇപ്പോൾ സ്റ്റാർലൈനർ അല്ലേ. അപ്പോൾ എന്തായാലും സ്റ്റാർലൈനറിൽ അവർക്ക് മടങ്ങി പോരാൻ പറ്റില്ല. ഇനി അവർക്ക് മടങ്ങി പോരാൻ പറ്റുന്നത് ഒന്നെങ്കിൽ സ്റ്റാർലൈനർ ആളില്ലാതെ തന്നെ ഭൂമിയിലേക്ക് കൊണ്ടുവരണം, എന്നിട്ട് മറ്റൊരെണ്ണം അയച്ച് അവരെ ഡോക്ക് ചെയ്ത് ഇവർക്ക് അതിൽ തിരികെ വരാം. അല്ലെങ്കിൽ ഉള്ള മാർഗം എന്ന് പറയുന്നത്, നിലവിൽ ഈ സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ ക്രൂ അവിടെ ഉണ്ടല്ലോ, അതാണ് അമേരിക്കയിലെ ഒരു മൊഡ്യൂളിൽ ഡോക്ക് ചെയ്തിട്ടുള്ളതല്ലേ. അത് തിരികെ പോരുമ്പോൾ ആ ഒരാൾക്കാരുടെ കൂടെ ഇവർക്ക് തിരികെ ഭൂമിയിലേക്ക് മടങ്ങിപ്പോരാം. അതാണ് സാധ്യതയുള്ളതല്ലേ. അതിൻ്റെ ഡേറ്റാണ് ഞാൻ പറഞ്ഞ 2025 ഫെബ്രുവരി എന്നുള്ളത്. അതിനു മുമ്പ് ഈ ഒരു സ്റ്റാർലൈനർ ശരിയാക്കി കിട്ടാനുള്ള പരിപാടി നടക്കത്തില്ല എന്നുള്ളൊരു നിലവിലാണിപ്പോൾ
US പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നാസ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ വേണമെങ്കിൽ സ്റ്റാർലൈനറിനെ വേണമെങ്കിൽ നമുക്ക് മനുഷ്യരില്ലാതെ ഭൂമിയിലേക്ക് തിരികെടുക്കാം, അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും പ്രശ്നമില്ല. പക്ഷേ ഇവരുടെ ജീവൻ വെച്ച് നമുക്ക് കളിക്കാൻ പറ്റില്ല. എന്തെങ്കിലും അപകടം, ആ റിസ്ക് എടുത്ത് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് പ്രോട്ടോകോൾ. അത് വളരെ ശക്തമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റത്തുള്ളൂ. അത് തെറ്റിച്ചുകൊണ്ട് അവരെ അതിൻ്റെ അകത്ത് കയറ്റി ചെറിയ സംഭവമല്ലേ എന്നും പറഞ്ഞിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നാസ ചെയ്യാൻ സാധ്യതയുള്ളത്, ഇപ്പോൾ ഇന്റർനാഷണൽ മീഡിയാസ് ഒക്കെ പറയുന്നത് പ്രകാരം ഫെബ്രുവരി 2025 മാസത്തിലാണ് ഈ ഒരു ഡ്രാഗൺ ക്രൂ സ്പേസ് എക്സിന്റെ നാസയുടെ അവിടുന്ന് അൺഡോക്ക് ചെയ്ത് തിരികെ പോരുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ആൾക്കാരൊക്കെയാണ് ആ ഒരു മറ്റേ 7 പേരിലുണ്ടായിരുന്നത് കേട്ടോ, കുറച്ച് പേര്. അപ്പോൾ അവരുടെ കൂടെ ഇതിൻ്റെ അകത്ത് കയറി പോരാ എന്നാണ് നാസ പറയുന്നത്. മറ്റേത് തനിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം. തനിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും ഈ പ്രശ്നങ്ങൾ അവിടെ മൈൻഡ് ചെയ്യേണ്ട, അത്രത്തോളം മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നും കൂടി മനസ്സിലാക്കുക. ഇതാണ് പരിപാടി. ഇതുകൊണ്ടാണ് അവർ 2025 ഫെബ്രുവരി മാസം വരെ അവിടെ കുടുങ്ങി എന്ന് പറയപ്പെടുന്നത്. ഒരുപാട് പേര് ചിന്തിക്കുന്നത് ഇവർ 9-ാം ദിവസം ഭൂമിയിൽ എത്തേണ്ടവരായിരുന്നു, അത്രയും ദിവസത്തെ ഭക്ഷണമോ അല്ലെങ്കിൽ ഓക്സിജനോ വെള്ളമോ ഒക്കെ തന്നെയല്ലേ ഇവർ കരുതിയിട്ടുണ്ടാകൂ എന്നുള്ളതായിരിക്കുമല്ലേ. പക്ഷെ അങ്ങനെയല്ല. ഓക്സിജൻ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ വർഷം 2000 മുതൽ എപ്പോഴും ആൾക്കാരുണ്ട്. അവിടെ ആവശ്യത്തിന് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും ഭക്ഷണവും എല്ലാം ഉണ്ട്. ഇതിനിടയിൽ നാസ സ്പേസ് എക്സിൻ്റെ ഒരു റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭക്ഷണം, വെള്ളം, വായു, ഇതാണല്ലോ ഒരു മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ടത്. ഇതിൻ്റെ മൂന്നിനും ഒരു പ്രശ്നവും നിലവിൽ അവിടെ ഇല്ല, അങ്ങനെ വരാറുമില്ല, വന്ന ചരിത്രങ്ങളുമില്ല. ഇനി ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇത്രയും ദിവസം അവിടെ നിന്നുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളതാണല്ലേ. അങ്ങനെയൊന്നുമില്ല. അവിടെ ആൾക്കാർ ഒരുപാട് ദിവസം നിൽക്കാറുണ്ട്. ഒരു വ്യക്തിയുണ്ട്, ഒരു ആസ്ട്രോനട്ട് ഉണ്ട്, അതിങ്ങനെ ചെറുതായിട്ട് കുടുങ്ങിയതൊക്കെ തന്നെയായിരുന്നു. എന്തായാലും അതാണ് റെക്കോർഡ്. അദ്ദേഹം ഭൂമിയിലേക്ക് എത്തി. ആ ഒരു വിശ്രമങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തന്നെ ഇരിക്കുന്നു. വേറെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായില്ല. ഒരു നോർമൽ ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഒന്നും അത്രത്തോളം കിട്ടത്തില്ലല്ലോ. അവിടെ ചെറിയൊരു മരുന്ന്, മെഡിസിൻ ഒക്കെ കാണും, അതിൻ്റെ യൂണിറ്റുകൾ കാണും. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വഷളാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, അത്രയും ദിവസം നിൽക്കുന്നതുകൊണ്ട്. അല്ലാണ്ട് വേറെ ഭക്ഷണമോ വെള്ളമോ വായു ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ അവിടെ വരുന്നില്ല. ഇവിടെ ശ്രദ്ധേയമായിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ് ബോയിങ് കമ്പനിക്ക് നേരെയുള്ള ആരോപണം എന്നുള്ളത്. അതായത് ഇവർ പൈസ ചുരുക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തല്ല, കൃത്യമായിട്ടുള്ള പഠനങ്ങളും നിരീക്ഷണങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചല്ല ഇത് നിർമ്മിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ പ്രധാന പോയിന്റ് എന്നാൽ ഇവർ ഈ ഡിലേ വന്നല്ലോ, അതായത് ലോഞ്ച് ചെയ്യാൻ പോയി അത് മാറ്റിവെക്കേണ്ടി വന്നു, ലോഞ്ച് ചെയ്യാൻ പോയി മാറ്റിവെക്കേണ്ടി വന്നു. ഇതിലൂടെ മാത്രം തന്നെ ബോയിങ് കമ്പനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് $1.5 ബില്യൺ ആയിരുന്നു. 1 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏകദേശം 8,400 കോടിയാണ്. അപ്പോൾ 8,000 പ്ലസ് 4,000 12,000 കോടിയോളം രൂപ അതിന് മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ അത്രയും കോടിക്കണക്കിന് രൂപ ഇത് മാറ്റി വെക്കുന്നത് കൊണ്ട് മാത്രം നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു പൈസയൊക്കെ മുതലാക്കണ്ടേ, ഈ ഒരു പൈസയൊക്കെ തിരിച്ചു പിടിക്കേണ്ട. അതിന് വേണ്ടിയിട്ട് ഇവർ പല സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചില്ല എന്നൊക്കെയുള്ള വിസിൽ ബ്ലോവേഴ്സ്, അതായത് ഈ ഒരു ബോയിങ്ങിലൊക്കെ വർക്ക് ചെയ്ത് അവിടുന്ന് പുറത്ത് വന്നിട്ട് ചിലവന്മാരിങ്ങനെ വിളിച്ചു പറയുമല്ലോ, അങ്ങനത്തെ ചില വ്യക്തികളും രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അല്ല, ബോയിങ് വിമാനത്തെ പറ്റിയിട്ടുള്ള വീഡിയോസിൻ്റെ അടിയിലൊക്കെ രസകരമായിട്ടുള്ള കമൻറ്റാണ്. പ്രധാനമായിട്ട് ഈ ബോയിങ് വിമാനം തകർന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ഇത് മറ്റേ പാട്ട് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, അങ്ങനെയാണ് സുരക്ഷാ മാനദണ്ഡങ്ങളെന്ന് വിമാനങ്ങളിൽ പോലും പാലിക്കാറില്ല, എല്ലാ ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് ഇവർ അങ്ങനത്തെ പല പരിപാടികളും കാണിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതാണ് ബോയിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു കമൻറ്റുകൾ, അഭിപ്രായങ്ങളാകട്ടോ, സത്യമാകണമെന്നില്ല. കാരണം വിമാനം, എയറോസ്പേസ് മേഖല എന്നൊക്കെയുള്ളത് അത്രത്തോളം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച്, അത്രത്തോളം നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ, അത്രത്തോളം എന്താ പറയുക ഒബ്സർവേഷൻ, ഒരുപാട് പേര് അതിനെ നോക്കാൻ കാണും, അത്രത്തോളം ടെസ്റ്റുകൾ ക്വാളിഫൈ ചെയ്ത്, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഹെലികോപ്റ്റർ ആകട്ടെ, വിമാനമായിക്കോട്ടെ, സ്പേസ് ക്രാഫ്റ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് കൃത്യമായിട്ടുള്ള ടെസ്റ്റിങ്ങിന് ശേഷം മാത്രമേ അതിന് അംഗീകാരം കൊടുക്കത്തുള്ളൂ, അത് ഫിറ്റ് ആണെന്ന് പ്രഖ്യാപിക്കത്തുള്ളൂ. നമ്മൾ വണ്ടികൾക്കൊക്കെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ലേ, അതിനിവിടെ 100 കണക്കിന് പ്രൊസീജിയേഴ്സ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു വാദങ്ങൾ ഉന്നയിക്കുന്ന എത്രത്തോളം കാര്യമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. ഇനി വാട്ടെവർ മേ ബി ചിലപ്പോൾ അവർ ചെറിയ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അറിയില്ല. എന്തായാലും സുരക്ഷിതമായിട്ട് അവർ ഭൂമിയിലേക്ക് എത്തുന്നുള്ള കാര്യത്തിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് വിചാരിച്ച ദിവസം ഭൂമിയിലേക്ക് തിരികെ എത്താൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമാണ് ഈ കുടുങ്ങിയത് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നു എന്നുള്ളത് ഒന്നുകൂടെ എടുത്ത് പറഞ്ഞോട്ടെ. ഞാൻ കണ്ട പോലെ തന്നെ എന്താണ് നിങ്ങൾ കുടുങ്ങിയെന്ന് പറയുന്നത്? അവരവിടെ ശ്വാസം മുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അല്ല, അതല്ലല്ലോ കുടുങ്ങിയത്. ലഡാക്കിൽ പെട്ടുപോയിട്ടുള്ളവർ ലഡാക്കിൽ കുടുങ്ങിയെന്ന് തന്നെയാണ് പറഞ്ഞു. ഓർക്കുക, ഗ്രോത്ത് സ്കൂളിൻ്റെ ഈ ഒരു വർക്ക്ഷോപ്പിൽ ആദ്യത്തെ 1000 പേർക്ക് മാത്രമാണ് സൗജന്യമായിട്ട് ഒരു പൈസയും അടയ്ക്കാതെ ചേരാൻ സാധിക്കുന്നത്. അതിൻ്റെ ലിങ്കും ബാക്കി എല്ലാ വിവരങ്ങളും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. തീർച്ചയായിട്ടും പരിശോധിച്ച് നോക്കാൻ ശ്രമിക്കുക. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.